ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 554 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് രാജ്യത്ത് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. നമ്മുടെ സമ്പന്നമായ ചരിത്രത്തെ വർത്തമാനകാല ഭാരതത്തിന്റെ കഴിവുകളുമായി ബന്ധിപ്പിക്കുന്നതാണ് ഭാരത് ടെക്സിന്റെ സമവാക്യമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ തിരുവനന്തപുരത്ത് VSSCയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. BJPയുടെ കേരള പദയാത്ര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉപഭോക്തൃ ധനവ്യയ സർവേ പ്രകാരം രാജ്യത്ത് ദാരിദ്ര്യം 5% കുറഞ്ഞതായി നിതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമെന്ന് മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക്. വാർത്തകൾ വിശദമായി. 554 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് രാജ്യത്ത് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകളുടെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ലക്ഷ്യം. 27 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ സ്റ്റേഷനുകൾ 19,000 കോടിയിലധികം രൂപ ചെലവിലാണ് പുനർവികസിപ്പിക്കുന്നത്. നഗരത്തിന്റെ ഇരുഭാഗങ്ങളെയും സംയോജിപ്പിക്കുന്ന സിറ്റി സെന്ററുകളായി ഇവ പ്രവർത്തിക്കും. പ്രാദേശിക സംസ്കാരം, പൈതൃകം, വാസ്തുവിദ്യ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ രൂപകൽപ്പന. 1500 റോഡ് മേൽപ്പാലങ്ങളുടെയും അടിപ്പാതകളുടെയും തറക്കല്ലിടൽ, ഉദ്ഘാടനം എന്നിവയും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ 31 പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. നമ്മുടെ സമ്പന്നമായ ചരിത്രത്തെ വർത്തമാനകാല ഭാരതത്തിന്റെ കഴിവുകളുമായി ബന്ധിപ്പിക്കുന്നതാണ് ഭാരത് ടെക്സിന്റെ സമവാക്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള വസ്ത്രമേളകളിൽ ഒന്നായ ഭാരത് ടെക്സ് 2024 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടെക്സ്റ്റൈൽ വിതരണ ശൃംഖലയിലെ ഓരോ ഘടകങ്ങളെയും ഫാം, ഫൈബർ, ഫാക്ടറി, ഫാഷൻ, ഫോറിൻ എന്നീ 5 വിഭാഗങ്ങൾക്ക് കീഴിൽ ബന്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. विकसित भारत के निर्माण में टेक्सटाइल सेक्टर का योगदान और बढ़ाने के लिए हम बहुत विस्तृत दायरे में काम कर रहे हैं. हम टेक्सटाइल वैल्यू चेन के सभी एलिमेंट्स को 5F के सूत्र से एक दूसरे से जोड़ रहे हैं. और मुझे लगता है शायद जब तक आपका ये कार्यक्रम चलेगा 50 लोग होंगे जो आपको बार बार 5F सुनाते रहेंगे. ये 5F की यात्रा फार्म, फाइबर, फैक्ट्री, फैशन और फॉरेन एक प्रकार से पूरा दृश्य हमारे सामने. 5F के इसी सिद्धांत को ध्यान में रखते हुए हम किसान, बुनकरों, MSME, एक्सपोर्ट सभी को प्रोत्साहित कर रहे हैं. രാജ്യതലസ്ഥാനത്തെ ഭാരത് മണ്ഡപത്തിലാണ് പ്രധാനമന്ത്രി ഭാരത് ടെക്സ് 2024 ആരംഭം കുറിച്ചത്. ഒരു റിപ്പോർട്ട്. ഒരു വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ ടെക്സ്റ്റൈൽ മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കുന്നതിനായി സാധ്യമായ എല്ലാ പ്രവർത്തനവും നടത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 29 വരെ നീണ്ടുനിൽക്കുന്ന മേള വസ്ത്രവ്യാപാര മേഖലയിൽ ഇന്ത്യയുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള വേദി കൂടിയാണ്. 4 ദിവസം നീളുന്ന പരിപാടിയിലെ 65ലധികം സെഷനുകളിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. അതോടൊപ്പം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങളും ഉണ്ടാകും. 100 രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ലധികം പ്രതിനിധികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ, നെയ്ത്തുകാർ, ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് പുറമെ 40,000-ലേറെ പേർ മേള സന്ദർശിക്കാനെത്തുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉപഭോക്തൃ ധനവ്യയ സർവേ പ്രകാരം രാജ്യത്ത് ദാരിദ്ര്യം 5% കുറഞ്ഞിട്ടുണ്ടെന്നും ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അഭിവൃദ്ധിയുണ്ടെന്നും നിതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. ഗാർഹിക ഉപഭോഗം, രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ പുരോഗതി എന്നിവ സർവേയിലൂടെ വിലയിരുത്താനായതായും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഗ്രാമപ്രദേശങ്ങളിലെ ഉപഭോഗം നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് അതിവേഗം വളരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്യാൻവാബി മസ്ജിദിലെ വ്യാസ് ജി കാ തഹ്ഖാനയിൽ പ്രാർത്ഥനയും പൂജയും നടത്താൻ ഹിന്ദുക്കൾക്ക് അനുമതി നൽകിയ ഉത്തരവിനെതിരെ ഗ്യാൻവാബി മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദ് നിയന്ത്രിക്കുന്ന അഞ്ജുമാൻ ഇൻസാമിയ മസ്ജിദ് കമ്മിറ്റിയാണ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 1993 വ്യാസ് ജി കാ ദഹ്ഖാനയിലെ ആരാധനാ ചടങ്ങുകൾ നിർത്തിവച്ച സംസ്ഥാന സർക്കാർ നടപടി നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി പറഞ്ഞു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ തിരുവനന്തപുരം തുമ്പ VSSCയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ഗഗൻയാൻ ദൌത്യത്തിന്റെ നടപടികൾ അവലോകനം ചെയ്യുന്ന അദ്ദേഹം പിന്നീട് VSSCയുടെ 3 പ്രധാന സാങ്കേതിക സംവിധാനങ്ങൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. VSSC ഉദ്യോഗസ്ഥരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന BJP കേരള പദയാത്രയുടെ സമാപന സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഭിന്നശേഷിയുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് സംസ്ഥാന സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭിന്നശേഷിക്കാരുമായും മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരുമായും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള സൃഷ്ടിയിൽ ഭിന്നശേഷികൾ ഉള്ളവരെ കൂടി ഉൾപ്പെടുത്തുന്നതിനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ 2ാം ഘട്ട പര്യടനം പുരോഗമിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറ, വള്ളക്കടവ് എന്നിവിടങ്ങളിലാണ് ഇന്ന് പര്യടനം നടക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൌജന്യ പാചകവാതക കണക്ഷൻ വിതരണം, സൌജന്യ രക്തപരിശോധന ക്യാമ്പ്, കർഷകർക്കുള്ള ഡ്രോൺ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. ഗവർണറെയും മുഖ്യമന്ത്രിയെയും അദ്ദേഹം സന്ദർശിക്കും. നേവൽ വെറ്ററൻസ്, നേവൽ NCC കേഡറ്റുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുതിർന്ന പ്രവർത്തകർ എന്നിവരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. DSC സെന്ററിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച ആയുർവേദ വെൽനസ് സെന്റർ കണ്ണൂരിൽ കരസേന ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ രാകേഷ് കപൂർ ഉദ്ഘാടനം ചെയ്തു. പ്രതിരോധ സേനയിൽ നിന്ന് വിരമിച്ചവർക്കും നിലവിൽ ജോലി ചെയ്യുന്നവർക്കും സെന്ററിൽ സേവനം ലഭ്യമാകും. ഇടൂഴി ആയുർവേദ വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് ക്ലിനിക്ക് ആരംഭിച്ചത്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് UP വാരിയേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് വുമണിനെ നേരിടും. ബംഗളൂരുവിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഗുജറാത്ത് ഉയർത്തിയ 127 റൺസ് വിജയലക്ഷ്യം 19 ഓവറിൽ മുംബൈ മറികടക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ചെന്നൈയിൻ FCയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2-4 ഗോളുകൾക്ക് FC ഗോവയെ പരാജയപ്പെടുത്തി. ഇറാഖിലെ ബാഗ്ദാദിൽ നടന്ന അമ്പെയ്ത്ത് ഏഷ്യാകപ്പ് 2024-ൽ 9 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയ്ക്ക് 14 മെഡലുകൾ. 4 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. റീകർവ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവ് ദീപിക കുമാരി സ്വർണ്ണ മെഡൽ നേടി. സിമ്രജിത്ത് കൌറിനെ 6-2 പരാജയപ്പെടുത്തിയാണ് ദീപികയുടെ സ്വർണ്ണ നേട്ടം. പുരുഷന്മാരുടെ റീകർവ് വ്യക്തിഗത ഇനത്തിൽ ധീരജ് ബൊമ്മദേവര തരൺദീപ് റായെ തോൽപ്പിച്ചു. കാനഡയിലെ ടൊറന്റോയിൽ ഇന്നലെ നടന്ന ഗുഡ്ഫെലോ ക്ലാസിക് PSA ചലഞ്ചർ ടൂർ കിരീടം ഇന്ത്യൻ സ്ക്വാഷ് താരം അഭയ് സിംഗ് സ്വന്തമാക്കി. ഫൈനലിൽ വെയിൽസിന്റെ എലിയട്ട് മോറിസ് ദേവ്രഡിനെ 3-0 പരാജയപ്പെടുത്തിയാണ് ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അഭയ് സിംഗ് തന്റെ 8ാം കിരീടം സ്വന്തമാക്കിയത്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ അഭയുടെ നേട്ടത്തെ അഭിനന്ദിച്ചു. തായ്ലൻഡ് ഉപപ്രധാനമന്ത്രി പാൻപ്രി ബെഹ്ത്ത നുഗാര 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ഇന്ന് നടക്കുന്ന 10ാമത് ഇന്ത്യ തായ്ലൻഡ് സംയുക്ത കമ്മീഷൻ യോഗത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനൊപ്പം അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 147 റൺസ് എന്ന നിലയിലാണ്. 4ാം ദിനം 192 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്കായി രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ആതിഥേയർ പരമ്പരയിൽ 3-1 മുന്നിലെത്തും. രാജ്യത്ത് ഓഹരി വിപണികളിൽ നഷ്ടത്തോടെ തുടക്കം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 353 പോയിന്റ് നഷ്ടത്തിൽ 72,784-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 100 പോയിന്റ് താഴ്ന്ന 22,111-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 554 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് രാജ്യത്ത് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. നമ്മുടെ സമ്പന്നമായ ചരിത്രത്തെ വർത്തമാനകാല ഭാരതത്തിന്റെ കഴിവുകളുമായി ബന്ധിപ്പിക്കുന്നതാണ് ഭാരത് ടെക്സിന്റെ സമവാക്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് VSSCയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. BJPയുടെ കേരള പദയാത്ര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉപഭോക്തൃ ധനവ്യയ സർവേ പ്രകാരം രാജ്യത്ത് ദാരിദ്ര്യം 5% കുറഞ്ഞതായി നിതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമെന്ന് മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.